പനിച്ച് വിറച്ച് കിടന്ന ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് ഹോസ്പിറ്റലിലാണ് കേട്ടോ. എന്നെ കാണിക്കാൻ വന്നതല്ല, വേറൊരാളിന് പെട്ടെന്ന് അസുഖം കൂടിയിട്ട് ആൾക്ക് 2-3 ദിവസമായിട്ട് ഭയങ്കര ടയേർഡാണ് കേട്ടോ. അതേ കയ്യിലിരിക്കുന്ന കണ്ടില്ലേ ഞങ്ങളുടെ ചിഞ്ചു. 3-4 ദിവസമായിട്ട് ചെറുതായിട്ട് ഫുഡ് കഴിക്കലൊക്കെ കുറഞ്ഞു, പിന്നെ തീരെ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചപ്പോൾ യൂറിൻ പാസ് ചെയ്യുന്നില്ല, അതുപോലെ മോഷൻ പോകുന്നില്ല, ഒന്നുമില്ല. ഇങ്ങനെ ആളിങ്ങനെ എപ്പോഴും കിടക്കലാണ്. നല്ല സ്മാർട്ടായിട്ടുള്ള ചിഞ്ചുവിന് എന്ത് പറ്റിയെന്ന് ഞങ്ങളിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു കേട്ടോ. തൊട്ടടുത്തായിട്ട് ഞായറാഴ്ച ആയത് കാരണം ഗവൺമെൻറ് ഹോസ്പിറ്റലൊന്നുമില്ല, അപ്പോൾ ഒരു പ്രൈവറ്റിലാണ് കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവന്നപ്പോൾ അതേ ഫസ്റ്റിൻ്റെ ബ്ലഡ് എടുക്കുകയാണ്. അതിൻ്റെ ഒരു ബഹളമാണ് ഇവിടെ നടക്കുന്നത്. വിട്ടിട്ട് പോവല്ലേ, വാ എടാ, നീ എന്നെ വിട്ടിട്ട് പോയതിന് സാജു പൂജയൊക്കെ ഒടിഞ്ഞു പോവില്ലേ? കഴിഞ്ഞ ഇല്ല കഴിഞ്ഞു വിളിക്കല്ലേ. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഒന്ന് കൊടുത്തിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴേക്കും എന്തായാലും മോളെ മടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ഒരുപാട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചപ്പോൾ ആൾ ഒരുപാട് അങ്ങ് ടയേർഡായി കേട്ടോ. അങ്ങനെ കുറച്ചിങ്ങനെ കരയണുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടു കിടക്കും പോലെ അവളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് കിടക്കുകയാണ് കേട്ടോ. പക്ഷെ അവൾക്ക് ഭയങ്കര സ്നേഹമാണ്. അവൾക്ക് മാത്രമല്ല, മോനും 2 പേർക്കും. എനിക്ക് ഒരു സ്ഥലത്തു നിന്ന് കിട്ടിയ ഒരു പൂച്ചയാണ്, ഞാൻ അതിനെ ഇവിടെ കൊണ്ടുവന്നു. പക്ഷെ അവർ രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിലാണ് നോക്കുന്നത്. അപ്പോൾ അക്വേറിയം കണ്ടപ്പോൾ അതിനോട്ട് കാണിച്ചിട്ട് പോലും അതിനൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്ക് വയ്യാണ്ടായി. അപ്പോൾ നമ്മൾ ബ്ലഡിൻ്റെ റിസൾട്ട് വന്നപ്പോൾ വീണ്ടും ഒരു 3-4 ഇഞ്ചക്ഷൻ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇൻഫെക്ഷനാണ്, യൂറിനറി ഇൻഫെക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4-5 ഇഞ്ചക്ഷൻ തിരിച്ചും മറിച്ചും കിടത്തി അതിനെ വീണ്ടും വിളിയോട് വിളിയായി. ചിഞ്ചുവേ കഴിഞ്ഞു ഇല്ല, മൊത്തം കഴിഞ്ഞു. എന്തോന്നാ എൻ്റെ വായനയാണ് അവിടെ ഇരിക്കട്ടെ. അങ്ങനെ സാജിൻ്റെ ഉടുപ്പിലാക്കല്ലേ, അങ്ങനെ സാജ് കൈയെടുത്താൽ അവിടെ ഇരിക്കും നോക്കിട്ടുണ്ട്. അത് ഓടിക്കളയൊന്നുമില്ലല്ലോ. അവരെ തിരിഞ്ഞ് നോക്കിയിട്ട് അവർ കിടക്കും. ഇങ്ങോട്ട് ചിഞ്ചു ഇഞ്ചക്ഷൻ എടുത്താ? ചിഞ്ചുവിന് ഇഞ്ചക്ഷൻ എടുത്താ? അങ്ങനെ ബ്ലഡ് ടെസ്റ്റും ഒരു 4-5 ഇഞ്ചക്ഷനും ഒക്കെ എടുത്ത് വീട്ടിലെത്തിയപ്പോൾ ആൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് 2-3 ദിവസം കൊണ്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഇഞ്ചക്ഷനാണ്, ഡെയിലി ഇനി ഇഞ്ചക്ഷനാണ് ഇതുപോലെ.